ശ്രീ കാവാലം ശശികുമാർ, ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് 24 മണിക്കൂർ പണിമുടക്കിന് ഇന്ന് പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ സംഘടനകളൊക്കെ പലപ്പോഴും നടത്തുന്ന ഇത്തരം സമരങ്ങളും പ്രതിഷേധങ്ങളും ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ തൊഴിലാളി വിരുദ്ധമായി മാറുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാനാവുന്നത്? കാര്യം നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പുറത്തുവിട്ട ആ ഒരു റിപ്പോർട്ടാണെങ്കിൽ തന്നെയും എല്ലാ സ്ഥലത്തും ഇത്തരം അതിക്രമങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് 100% സമരത്തിന്റെ പേരിൽ പ്രതിഷേധത്തിന് പേരിൽ ന്യായീകരിക്കാനാവുക? കാരണം ഓട്ടോ ഓടിച്ച് അന്നത്തെ അന്നം കണ്ടെത്തുന്നതിന് വേണ്ടി ഓട്ടോ ഓടിച്ചവന് മർദ്ദനമേക്കുന്നു, രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസുകാരൻ തടയപ്പെടുന്നു, KSRTC-കാരൻ ഡ്രൈവർ നമ്മൾ കണ്ടതാണ്, ഇന്ന് വളരെ വൈറലായ ഒരു വീഡിയോ ആണ്, ഹെൽമറ്റ് വെച്ചാണ് ബസ് ഓടിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പണിമുടക്ക് കൊണ്ട് എന്ത് നേടി എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതിലേക്കാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, ഈ സമരം, ഈ പണിമുടക്ക് വിജയിച്ചു എന്ന ഒരു അവകാശവാദം. രണ്ട്, വിജയിച്ചില്ല എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. മൂന്നാമത്, ഈ പണിമുടക്ക് അക്രമത്തിലേക്ക് മാറി എന്നുള്ള 3 ഭാഗം. ഈ 3 ഭാഗങ്ങളിൽ ഈ 3ഉം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളുള്ളത്, പണിമുടക്കിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരുള്ളത് കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലെ കാര്യം ഒന്ന് എടുത്തു നോക്കുക. തമിഴ്നാട്ടിൽ സ്കൂളുകൾ പ്രവർത്തിച്ചു, വ്യവസായശാലകൾ പ്രവർത്തിച്ചു, കമ്പനികൾ പ്രവർത്തിച്ചു, എല്ലാം ഏതാണ്ട് നോർമലായി കാര്യങ്ങൾ തന്നെ നടന്നു. പക്ഷേ കേരളത്തിൽ അത് സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പണിമുടക്കിൻ്റെ ചില ലാഞ്ചനകൾ ഉണ്ടായി എന്നുള്ളത് വാസ്തവം. അപ്പോൾ ദേശവ്യാപകമായി ആഹ്വാനം ചെയ്ത, നാളുകൾക്കേറെ മുമ്പ് ആഹ്വാനം ചെയ്ത ഈ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് സാറ് പറഞ്ഞതുപോലെ ഒരു 60% ആൾക്കാർ ജോലിക്ക് കയറിയില്ല എന്നോ അല്ലെങ്കിൽ 100% ആൾക്കാർ ജോലിക്ക് കയറിയില്ല എന്നൊക്കെ ആയിക്കോട്ടെ, സംഭവിച്ചു എന്ന് പറയുന്നത് വിജയം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പണിമുടക്ക് സംഭവിച്ചത്. ഈ പണിമുടക്ക് തന്നെ സംഭവിച്ചത് ഡോക്ടർ കിഷോർ ചോദിച്ചതുപോലെ ഭയന്നിട്ടല്ലേ എന്നൊരു ചോദ്യമുണ്ട്. തെളിയിച്ചത് ഈ പണിമുടക്ക് എന്ത് നേടി ചോദിച്ചു കഴിഞ്ഞാൽ സാമാന്യ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വസ്തുത തെളിയിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ പണിമുടക്ക് എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു പണിമുടക്ക്. ജനങ്ങൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ കൂടെ സഹകരിച്ച് ഈ പണിമുടക്ക് നമ്മൾക്ക് ആവശ്യമാണ് എന്ന് തൊഴിലാളികൾ പോലും ആവശ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വിഭാഗം തൊഴിലാളികൾ, ഏതൊക്കെ അതിൻ്റെ ശക്തിയോ അതിൻ്റെ വലിപ്പമോ അതിൻ്റെ അംഗത്വമോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒരു വിഭാഗം തൊഴിലാളികൾ ഇതിനോട് മാറി നിന്ന് ആണ് പ്രതികരിച്ചത്. നല്ലൊരു വിഭാഗം ആൾക്കാർ ജോലിക്ക് കയറാൻ തയ്യാറായിരുന്നു. അവശ്യ സർവീസുകൾ പോലും തടസ്സപ്പെട്ടു. ഇങ്ങനെ ഈ പണിമുടക്ക് കൊണ്ട് നേടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോസായി. ഈ പണിമുടക്ക് നടത്തിയ ആൾക്കാർ, ആഹ്വാനം ചെയ്ത ആൾക്കാർ, അവർ സ്വയം തുറന്ന് കാട്ടപ്പെട്ടു എന്നുള്ളതാണ്. പണിമുടക്കിന് ആഹ്വാനം ചെയ്ത അത് ജനങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നമ്മുടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാറ് തന്നെ അത് പറയുകയും ചെയ്തു, ഗാന്ധിജി ആവിഷ്കരിച്ച സത്യാഗ്രഹ സമരങ്ങൾ മുതൽ ഉള്ള സമരങ്ങൾ, അത് ജനകീയമായ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് സമരമുറകൾ ആവശ്യമാണ്. സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി സമരങ്ങൾ വേണം, ചിലപ്പോൾ പ്രകടനങ്ങൾ വേണം, പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അതിൻ്റെ ആവശ്യമുണ്ട്. പല പ്രക്ഷോഭങ്ങൾ കൊണ്ടും സർക്കാർ എടുത്ത പല തീരുമാനങ്ങളും അത് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ജനവിഭാഗം ഇതിനെതിരാണെന്ന് ബോധ്യപ്പെടുന്ന കാലഘട്ടത്തിൽ തിരുത്തുകയോ മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്ത ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ പ്രക്ഷോഭങ്ങൾ ആവശ്യമാണ്, സർക്കാരിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ ഇത്തരം തരത്തിലുള്ള സമരങ്ങളും ആവശ്യമാണ്. പക്ഷേ സാറ് പറഞ്ഞതിലെ 2-3 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഈ സമരത്തിന് നോട്ടീസ് ഏറെ നാൾ മുമ്പ് കൊടുത്ത നോട്ടീസാണ്. എന്നിട്ട് ഈ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഈ നിയമങ്ങളുടെ, ഈ തൊഴിൽ നിയമങ്ങളുടെ, നിയമ ഭേദഗതികളുടെ ഒരു ഹിസ്റ്ററി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. 1999 ലേബർ കമ്മീഷൻ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സെക്കൻഡ് നാഷണൽ കമ്മീഷനാണ്, ലേബർ കമ്മീഷനായിരുന്നു. അത് രവീന്ദ്രവർമ്മയായിരുന്നു, മലയാളി കൂടിയായിരുന്ന രവീന്ദ്രവർമ്മയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് കേന്ദ്രത്തിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് സമർപ്പിച്ച 10 അംഗ സമിതിയിൽ ഒരു സമിതിയിലെ ഒരംഗം മലയാളി തന്നെയായിരുന്ന അഡ്വക്കേറ്റ് സജി നാരായണൻ. അദ്ദേഹം BMS-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു ആ കാലത്ത്. അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ കമ്മീഷനിലെ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല, ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഡിസെൻഡിങ് നോട്ട് എഴുതുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിയോജനക്കുറിപ്പ് എഴുതി സമർപ്പിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് അന്ന് സ്വീകരിച്ചുകൊണ്ട് 2002 ആ കമ്മീഷൻ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എത്രയും വേഗം നടപ്പിലാക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഞാനത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. വാജ്പേയി പറഞ്ഞത്, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പരിഷ്കാരം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു ധാരണ നിലവിലുണ്ട്.
പക്ഷെ അങ്ങനെയല്ല. പരിഷ്കാരങ്ങൾ തൊഴിലാളികളുടെയും തൊഴിൽ സംവിധാനങ്ങളുടെയും സംരംഭങ്ങളുടെയും മെച്ചപ്പെടുത്തലിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഇതിനകത്ത് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ എത്രയും വേഗം നടപ്പിലാക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഈ സർക്കാർ ചെയ്യാൻ പ്രതിബദ്ധമാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ 2002 സമർപ്പിച്ച റിപ്പോർട്ട് അന്ന് മുതൽ അത് നടപ്പിലാക്കുവാൻ വേണ്ടി, അത് ആവിഷ്കരിക്കുവാൻ വേണ്ടി, അത് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തെ തൊഴിലാളികൾക്കും തൊഴിൽ ഉടമകൾക്കും ഗുണകരമായ, രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗുണകരമായ ആ സംവിധാനം നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ട് അത് പാർലമെന്റിൽ ചർച്ച ചെയ്ത്, പാർലമെന്റിൽ അതിന്റെ എല്ലാ തലനാരിഴകീറി ചർച്ച ചെയ്ത് ഏതെല്ലാം വേദിയിൽ കൺസൾട്ടേഷൻ കമ്മിറ്റികൾ വരെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ലോകസഭാംഗമായ ഇളമരം കരീം അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഉൾപ്പെടെ സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ ഡിസ്കസ് ചെയ്ത് വോട്ടിട്ട് ജയിച്ച് രാഷ്ട്രപതി ഉത്തരവിട്ടതാണ്. രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമമാണ്. അതെ, ആ നിയമം ചർച്ച ചെയ്തില്ല എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാ പറ്റുക? ആ നിയമം ചർച്ച ചെയ്യാവുന്ന എല്ലാ ജനാധിപത്യ വേദിയിലും ചർച്ച ചെയ്തിട്ടാണ് തൊഴിലാളികൾ നേതാക്കന്മാരോട്, തൊഴിലാളി സംഘടനകളോട്, തൊഴിലാളി പ്രസ്ഥാനങ്ങളോട്, തൊഴിലാളികളെ ആ സംഘടനകൾ പ്രതിനിധാനം ചെയ്യുന്ന ലോകസഭാംഗങ്ങളോട് എല്ലാ തരത്തിലുള്ള ചർച്ചകളും നടത്തിയ ശേഷം അവതരിപ്പിച്ചൊരു നിയമം. ഈ നിയമത്തിനകത്ത് ചില ധാരാളം പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു 17 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അതിനെ തീർച്ചയായിട്ടും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് തിരുത്തുക തന്നെ വേണം. അങ്ങനെ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒരു ലേബർ കോഡുകൾ ഉൾപ്പെടെ അത് ആ രീതിയിൽ മുൻപ് ചർച്ച ചെയ്യാതെ പോവുകയും ഇപ്പോൾ വലിയ ഒരു വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നു? അവിടെയാണ് ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയം. നമ്മൾ ഈ പറഞ്ഞതുപോലെ തൊഴിലാളികൾ മുഴുവൻ പങ്കെടുത്ത്, പണിമുടക്കിൽ പങ്കെടുത്ത് ഈ തൊഴിലാളി നിയമം തൊഴിലാളികൾക്ക് വിരുദ്ധമാണെന്നോ രാജ്യത്തിന് വിരുദ്ധമാണെന്നോ രാജ്യത്തിന്റെ പുരോഗതിക്ക് എതിരാണെന്നോ ഒക്കെയുള്ള ഒരു ബോധമുണ്ടായ ശേഷം തിരുത്തുവാൻ വേണ്ടി സർക്കാരിനോട് പറയണമെങ്കിൽ അതിന് നമുക്കൊരു ന്യായം വേണ്ടേ? ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത സമയത്തൊക്കെ ഉയർത്തിയ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പക്ഷവും പ്രതിപക്ഷവും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് വിശകലനം ചെയ്ത ശേഷം അതിലെ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞതിനെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ആ പരിഷ്കാരങ്ങൾ ആവശ്യമില്ല, ആ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും വാദങ്ങൾ ഉണ്ടാവുകയും വാദത്തിലെ ശരി നിന്ന് ബോധ്യപ്പെട്ടതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പണിമുടക്ക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അനാവശ്യമാണ്. ഇത് രാജ്യത്തിന്റെ പുരോഗതിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും നമ്മൾ ആലോചിക്കണം. ഇന്ന് ഞാൻ ഒരു സ്വകാര്യ ടെലിവിഷന്റെ ചർച്ചയ്ക്കകത്ത് അദ്ദേഹം സറ്റയറായിട്ട് തമാശയായിട്ട് പറഞ്ഞാണോ എന്ന് അറിയില്ല, ഈ പണിമുടക്ക് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ, നമ്മുടെ സാമ്പത്തിക ധനകാര്യ മന്ത്രിക്ക് ഏറെ ലാഭമുണ്ട്. സർക്കാർ ജീവനക്കാർ വരാത്തവർക്ക് ഡൈസ് ലോൺ പ്രഖ്യാപിച്ചപ്പോൾ ഒരു 50 കോടിയോളം രൂപ ഖജനാവിലേക്ക് കിട്ടും. 50 കോടി രൂപ ഖജനാവിലേക്ക് കിട്ടുന്നതിന് മുമ്പ് 5000 കോടി രൂപ രാജ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്.